ഹലോ നമസ്കാരം, ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ. നമുക്ക് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കനൊക്കെ ഉടഞ്ഞു പോകാതിരിക്കും. അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ നേരത്തെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കുറച്ച് നേരം. അപ്പോൾ ആ കഷ്ണത്തേലൊക്കെ നന്നായിട്ട് അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി, ഡീപ്പ് ഫ്രൈ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് നേരം ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ സമയം തന്നെ നമുക്ക് ഇതിനകത്തോട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരണം. എന്നിട്ട് വേണം അരയ്ക്കാൻ. നല്ല പേസ്റ്റാക്കി വേണം അരച്ചെടുക്കണം. അരയ്ക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും ബദാമും കാഷ്യൂവും ചേർക്കാം. അത് തികച്ചും ഓപ്ഷനിലാട്ടോ. നമുക്ക് അരച്ചെടുക്കാം. ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം സവോള ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നേരത്തെ ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 മീഡിയം സൈസ് സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോളയുടെ കൂടെ നമുക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു കുടം വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക് വലിയ ഇതായിട്ട് കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ ചിക്കൻ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് ഇടുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോഴൊരു ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അരപ്പ് കഴുകിയ വെള്ളം കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു തിള വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ കഷ്ണമൊക്കെ ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് ആ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളൂ. അങ്ങനെ വിട്ടൊന്നും പോരത്തില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അധികം ഗ്രേവി ആക്കുന്നില്ല ചിക്കൻ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരണം വെള്ളം കൂട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് അരപ്പിരുന്ന അതിനകത്തെ വെള്ളം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ബാക്കിയുള്ള അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കടുക് താളിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയും കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും
അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ചുവന്ന മുളക്, അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ അടിപൊളിയായിരിക്കുന്നു. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ജസ്റ്റ് 1 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ചും കൂടെ കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കിടിലൻ ചിക്കൻ കറിയുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരും. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.